ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കല്ലിടലിന് ഇനി അധിക ദിവസമില്ല. ഹോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാ ഒരു വീട് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ആ മീനാക്ഷി, ഇനി മോള് വേണം കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ. ഞങ്ങൾക്ക് വയസ്സായി, പല കാര്യങ്ങളും മറന്നു പോവും. മാധവേട്ട, കല്ലിടയിലിന് നമ്മുടെ മക്കളെ എല്ലാവരെയും വിളിക്കണം. മനസ്സില്ല. വസന്തയുടെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? വസന്ത ഏതായാലും വിളിക്കും. വസന്തയെ മാത്രമല്ല മാധവേട്ട, പ്രകാശിനെയും മനോജിനെയൊക്കെ വിളിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. തന്തയും തള്ളയും കോടതി കയറ്റി ഇറക്കിയ മനോജിനെയും പ്രകാശിനെയും വിളിക്കണമെന്നോ? മിണ്ടിപ്പോവരുത്. അവനൊക്കെ ഈ മണ്ണിൽ കാലുകുത്തിയ ഭൂകമ്പം വന്ന് ഇടിഞ്ഞു താഴ്ന്നു പോകും. ഇവിടെ ഒരുത്തിനെ ഇനി ഞാൻ അടുപ്പിക്കില്ല. ആൺമക്കളുടെ സ്ഥാനത്ത് വിനുവുണ്ട്, അവൻ മതി. അച്ഛാ, അമ്മ പറഞ്ഞത്. മീനാക്ഷി, ആവശ്യമുള്ള കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാ മതി. വെക്കാൻ പോകുന്ന വീട്ടിലേതായാലും നിനക്കും വിനുമോനും ഒരു മുറി ഉണ്ടാവും. മാധവേട്ട, എന്തായാലും ഞാൻ പ്രസവിച്ച മക്കളവര്. പെട്ടെന്ന് അവരെല്ലാത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ. ഒഴിവാക്കണം. അതിനു വേണ്ടി വന്നാ നീ അങ്ങനെ രണ്ടാൺമക്കളെ പ്രസവിച്ചിട്ടില്ലെന്ന് നീ തന്നെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. മാധവേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസവിക്കാത്ത ഒരു മോളുണ്ട് എനിക്ക്, സുചിത്ര. അവളെ ഞാൻ വിളിക്കും. അതിനെതിര് പറയരുത്. ചർച്ചയൊക്കെ പിന്നെ നമുക്ക് പോവാം. വാ. എന്താ എന്തു പറ്റി? സാറും തിരിഞ്ഞു നോക്കിയേ. വിക്രം, അപ്പോ അഭിനയം എല്ലാരും തകർത്ത് അഭിനയിക്കുമല്ലേ. കൂട്ടത്തില് ഞാനൊരു വേഷം ആടിയതാ. വിക്രം, ഇത് വേണ്ടായിരുന്നു. വർഷ ആകെ പേടിച്ചുപോയി. എന്താ വിക്രം ഇങ്ങനെ? ഇതറിഞ്ഞാ വർഷ വിക്രത്തെ കൂടുതൽ വെറുക്കയില്ലേ ഉള്ളൂ. എടാ ചതിയൻ ശ്യാമേ, നീ അവളോടൊപ്പം ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നല്ലേ. നിന്റെ ഉള്ളിൽ ഇപ്പോഴും വർഷയോട് പ്രേമോ? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വിക്രം എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി വാക്കിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. വണ്ടി നിർത്ത്, ഞാൻ ഇറങ്ങട്ടെ. വണ്ടി നിർത്ത. നീയൊക്കെ കൂടി എന്നോട് കാണിച്ചു കൂട്ടിയതിന് പണി ഞാൻ തരുന്നുണ്ട്. മാനത്തെ കൊട്ടാരം